പരിശുദ്ധ ദൈവമേ നമസ്കാരം. ദേവാധിദേവനേ നമസ്കാരം. ഹല്ലേലൂയ. ഈ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവ് വീണ്ടും ഒരിക്കലൂടെ ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് പഠിക്കാനായിട്ട് തെരഞ്ഞെടുത്തതായ ഒരു ഭാഗമാണ് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഈ ഭാഗം. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച, പ്രത്യേകിച്ച് ഈ സമയത്ത് അതിനെന്നെ പ്രേരിപ്പിച്ചതായ ഒത്തിരി ഘടകങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തിപരമായിട്ട് ദൈവം എന്നോട് ഇടപെട്ടതിൻ്റെയും കൂടെ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നോട് വ്യക്തിപരമായി ഇടപെട്ട ചില മാസങ്ങൾക്ക് ആയിട്ട് ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു പ്രേരണ കൂടെ തീർച്ചയായും ഈ വിഷയം തിരഞ്ഞെടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് അത് എനിക്ക് ഒന്ന് വിശദമാക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ പേഴ്സണലായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് പറയണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ടെസ്റ്റിമണി, സാധാരണ ആളുകൾ പലപ്പോഴും എൻ്റെ ടെസ്റ്റിമണി അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. കാര്യം ഞാൻ അധികം ആ രീതിയിൽ അങ്ങനെ പറയുന്ന അതിനുള്ള സമയം പലപ്പോഴും നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് നമ്മൾ വരുമ്പോഴെല്ലാം ദൈവവചനം പഠിക്കാനായിട്ട് വരുന്നത് കൊണ്ട് ദൈവവചനത്തിലേക്ക് ഡയറക്റ്റ് കയറുകയാണ്. എങ്കിലും ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പല ഫേസസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ, അത് സന്തോഷമാണല്ലോ, ആൾക്കാർക്ക് അത് കേൾക്കുന്നത് സന്തോഷമാണ് എന്ന് എനിക്കറിയാം. ഞാൻ 1974 യേശു കർത്താവിനെ തിരിച്ചറിയുകയും കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വരുന്നത്. 1974, 38 വർഷം മുമ്പ്. അന്ന് യേശു കർത്താവിനെ ഞാൻ അറിഞ്ഞപ്പോൾ എന്നിലുണ്ടായതായ രൂപാന്തരത്തിൽ തീർച്ചയായും വ്യക്തിപരമായി എനിക്കുണ്ടായ രൂപാന്തരമുണ്ട്. അതിപ്പോൾ നമ്മളെല്ലാവരും കർത്താവിനെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്നതായ നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരമുണ്ട്. ജീവിതത്തിന്റെ രൂപാന്തരം പോലെ തന്നെ അന്ന് എന്നിലുണ്ടായ വലിയൊരു അല്ലെങ്കിൽ വലിയ ഒരു ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാനുള്ള വലിയ ഒരു ആവേശം അല്ലെങ്കിൽ അഭിവാഞ്ചയായിരുന്നു. മറ്റുള്ള സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ആരും ചിന്തിക്കരുത് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ ക്രൂസൈഡിനകത്ത് പ്രസംഗിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് ആരും ചിന്തിക്കരുത്. അതൊന്നും നമ്മുടെ മനസ്സിൽ പോലും ഇല്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്, അന്ന് ക്രൂസൈഡ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ അന്ന് കേട്ടിട്ടില്ല. പിന്നീടാണ് ആ കാര്യത്തിനൊക്കെ ഒത്തിരി ക്രൂസൈഡ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു എംഫസിസ് ഒക്കെ പിന്നീട് വരുന്നതൊക്കെ. ഓക്കെ, പക്ഷേ അന്ന് ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെറിയ പ്രായം, വളരെ ചെറിയ പ്രായത്തിൽ ആ ഗ്രാമത്തിലുള്ള ആളുകളോട് എനിക്ക് വലിയൊരു സം കൈൻഡ് ഓഫ് അവരോടുള്ള വലിയൊരു സ്നേഹം, അല്ലെങ്കിൽ ഇവരാരും അറിയുന്നില്ലല്ലോ എന്നുള്ളൊരു അതായത് ഈ സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലെ ഒരു ചിന്ത, എൻ്റെ ദൈവമേ, ഇത് എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കും അറിയത്തില്ലല്ലോ, എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല. അവർക്കിത് അറിയില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രയാസം, ദുഃഖം, ഒരു ഭാരം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അവരോടൊക്കെ ഇത് പോയി പറയാനായിട്ട് ഒരു വലിയൊരു ആവേശമുണ്ടായി. അതിനുള്ള ഒരു സാഹചര്യവും അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ എന്നെ അതിലേക്ക് നയിച്ചവര് അതേപോലെ തന്നെ ആവേശത്തോടുകൂടെ വന്നവരായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ സുവിശേഷവുമായിട്ട് വന്ന വ്യക്തികൾ ഇതേപോലെ തന്നെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ ആദ്യമായി സുവിശേഷം അറിയിക്കാനായിട്ട് വരുന്നത്. അദ്ദേഹം അവധിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇരിക്കപ്പെടുകയില്ലാഞ്ഞിട്ട് വീടുകളെല്ലാം കയറി ഇറങ്ങിയും അന്ന് അവിടെ ഉണ്ടായിരുന്ന വേറെ അവർ 3 പേരാണ് വന്നത്. അതിനകത്ത് വേറെ 2 പേര് യങ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ്. അന്ന് ഈ പാസ്റ്റർ എന്നൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല, നമുക്കങ്ങനെ അറിയത്തില്ല, നമുക്ക് അച്ഛന്മാരെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അന്ന് എനിക്ക് അത്രയും അറിയത്തില്ല. എന്നാൽ അവരും ഇതുപോലെ ചെറുപ്പക്കാരായിരുന്നു. അവരും കല്യാണമൊന്നും കഴിച്ചതൊന്നുമല്ല. ഈ 3 പേരാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് സുവിശേഷവുമായിട്ട് വരുന്നത്. അവരെനിക്ക് ചില ബുക്ക്ലെറ്റ്സ്, ട്രാക്സ് ഒക്കെ തന്നു. ആൻഡ് ഓൾസോ എനിക്ക് അവരൊരു ക്രിസ്തീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് യേശുവിനെ ഒന്നും മനസ്സിലായില്ലെങ്കിലും എനിക്ക് ഐ വാസ് ഹാപ്പി വിത്ത് ദം. ഒന്നും അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള
എന്നെക്കാൾ കുറച്ചുകൂടെ മൂത്തതാണ് അവരെങ്കിലും എനിക്ക് അത് അവരെടുത്ത ആ ഒരു എഫേർട്ടിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി. അവരെന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു, ഞാൻ മീറ്റിങ്ങിന് പോയി. പക്ഷെ ആ ഒരു ഗ്രൂപ്പ് ഇവാഞ്ചലിസം അല്ലെങ്കിൽ എല്ലാവരോടും സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയ അഭിവാഞ്ച ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ചെന്നുപെട്ടത്. അതായിരുന്നു എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടെന്താണ്, ഞാൻ കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 പേര് കയറി ഇറങ്ങിയതുപോലെ ഞാനും വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. സ്കൂളിലാണ് ഞാനന്ന് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജ് ബോയ് ആണ്. അന്ന് ഞാൻ സ്കൂളിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് സുവിശേഷം പറയാൻ തുടങ്ങി. സ്കൂളിൽ ISCF ഇന്റർ സ്കൂൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അവിടെ നടന്നതല്ല. പക്ഷേ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ചില ആളുകളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്താനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്കൂളിൽ സുവിശേഷം പറയാനും അതിനുശേഷം സ്ട്രീറ്റുകളിൽ പ്രസംഗിക്കാനും 13 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ സ്ട്രീറ്റുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ കൺവെൻഷനൊന്നും അല്ല, ഇന്നത്തെ പോലുള്ള വലിയ മ്യൂസിക് സിസ്റ്റവും വലിയ സ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ സ്റ്റാർട്ടഡ് പ്രീച്ചിങ് ഇൻ കൺവെൻഷൻസ്. അതുപോലെ സൈക്കിളിലൊക്കെ ഞാൻ തന്നെയല്ല, ഈ ടീം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പേരൊക്കെ ഇട്ട് വലിയ ടീമൊന്നും ഉണ്ടാക്കിയതല്ല. സുവിശേഷം അംഗീകരിച്ച് കർത്താവിനെ സ്വീകരിച്ച ആളുകൾ കർത്താവ് ഉള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവില്ലാത്ത ആളുകൾക്ക് കർത്താവിനെ കൊടുക്കണമെന്നുള്ള വലിയ ഒരു അഭിവാഞ്ചയോടുകൂടെ അങ്ങ് ഒരുമിച്ചെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ എന്താണ് ടീം പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഇത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ വലിയ രജിസ്റ്റർ ചെയ്ത് വലിയ കാര്യത്തിൽ നടത്തുന്ന ടീമിനേക്കാൾ കൂടുതൽ പ്രവർത്തനം ഞങ്ങൾ ആ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നുള്ളവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അങ്ങനെ ഞങ്ങൾ വി സ്റ്റാർട്ടഡ് എ ട്രാക്ക് സൊസൈറ്റി, സംതിങ് ലൈക്ക് പ്രിന്റിംഗ് ട്രാക്സ് ആൻഡ് ഓൾ. ബിക്കോസ് ആ സമയത്തൊക്കെ ഇങ്ങനെ ട്രാക്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ തന്നെ ട്രാക്റ്റുകൾ എഴുതുകയും പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ ട്രാക്റ്റുകൾ എല്ലാ വീടുകളിലും ട്രാക്റ്റുകൾ കൊണ്ടു കൊടുക്കുന്നു, കവലകളിലെല്ലാം പരസ്യവും നടത്തുന്നു. ഒരുപക്ഷെ 100 കണക്കിനെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ, ഒരുപക്ഷെ അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ പരസ്യങ്ങൾ നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചിന്റെ തന്നെ ടീമായിട്ട് ഞങ്ങൾക്ക് പോയി. എന്തോ പേരൊന്നും അല്ല, പക്ഷെ പോയി. അങ്ങനെ പോകാനും അതിനോട് ചേർന്ന് കൂടുതൽ ആളുകൾ. പിന്നെ ഞാൻ കോളേജിലേക്ക് ചെന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രത്യേകത, എനിക്ക് when I was 16 years old, കോളേജിലും കൊണ്ട് അന്ന് പ്രീ ഡിഗ്രി കോളേജിലാണല്ലോ. then I started a magazine. അന്ന് സുവിശേഷീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഒരു മാസിക പ്രവർത്തനം തുടങ്ങി. മാസിക അന്നപ്പോൾ അതൊരിക്കലും ആളുകൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ at the age of 16 ഒരു പ്രിന്റഡ് മാഗസിൻ അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയാൻ വയ്യാതെ എടുത്തു ചാടി എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ പറയുമായിരിക്കും. അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവം എന്നോട് സ്പെസിഫിക് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യവും എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ അങ്ങ് ചെയ്തിട്ടൊന്നുമില്ല. എപ്പോഴും എനിക്ക് അതിനകത്തൊരു ദൈവിക നിയോഗം ഞാൻ കണ്ടെത്തിയിരുന്നു. അത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, നല്ല കാര്യമാണ് എന്ന് ചിന്തിച്ച് മാത്രം, നല്ല കാര്യമായതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാലും ഒരു നല്ല കാര്യമാണല്ലോ എന്ന് വെച്ച് ഒരു നല്ല കാര്യം ചെയ്യാനുള്ള കാര്യത്തിലല്ല. പ്രത്യുത കർത്താവുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ കർത്താവ് എനിക്ക് തന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് സുവിശേഷീകരണത്തിന്റെ ഓരോ പടികൾ കയറി പോകാനായിട്ട്, അത് ഉയർന്നു പോകുക എന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല, ഡിഫറന്റ് ആയിട്ടുള്ള. അതുകൊണ്ട് ഞാൻ ഫേസസ് എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യം തന്നെ ഉപയോഗിച്ചത്. അങ്ങനെ ലിറ്ററേച്ചറിൽ ഓൾമോസ്റ്റ് ലൈക്ക് മലയാളത്തിൽ ഉള്ള ക്രിസ്ത്യൻ ലിറ്ററേച്ചറിൽ ഒരു യൂത്തിന് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു മാസിക തുടങ്ങുകയും അത് പെട്ടെന്ന് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സർക്കുലേറ്റഡ് മാഗസിൻസ് ഇൻ ക്രിസ്ത്യൻ ലിറ്ററേച്ചറിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാസികകളിൽ ഓൾമോസ്റ്റ് സർക്കുലേഷന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. തന്നെയല്ല, ആളുകൾ അത് മുഖേന അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ആൻഡ് ഇൻ 1980 ഞാൻ ഇന്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന, ഞാൻ ഉൾപ്പെടെയുള്ള അനേകർ, അന്ന് ഞാൻ തന്നെയൊന്നുമല്ല എങ്കിലും അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഞാനും ഐ വാസ് വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ICPF, ഇന്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പ്. പിന്നീടുള്ള ഒരു 10 വർഷത്തോളം ഞാൻ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്കുള്ള സുവിശേഷീകരണത്തിനാണ് പ്രാധാന്യം കൊടുത്തു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് സംഭവിച്ചതായ ഒരു കാര്യമുണ്ട്. 80s ഞാൻ കൂടുതൽ ദൈവവചനം പഠിക്കുകയും കൂടുതൽ ദൈവവചനം പ്രചരിപ്പിക്കുന്നതായ അല്ലെങ്കിൽ ദൈവവചനം വിശദീകരിക്കുന്നതായ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ
ഞാനൊരു പുസ്തകം വായിച്ചു, ഫ്രാൻസിസ് ഷീഫറിന്റെ ട്രൂ സ്പിരിച്വാലിറ്റി. 82-ലോ 83-ലോ മറ്റുമാണ് ഞാനിത് വായിക്കുന്നത്. എനിക്ക് കോപ്പി തന്നത് KC ജോണാണ്, പാസ്റ്റർ KC ജോണാണ്. പക്ഷേ അത് അവരൊക്കെ മറന്നുപോയെങ്കിലും ആ ബുക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഫ്രാൻസിസ് ഷീഫറിന്റെ പുസ്തകം. അത് വായിച്ചു കഴിഞ്ഞതോടുകൂടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കർത്താവ് എനിക്ക് തന്നു. അതൊരു തുടക്കമാണ്. ആ ബുക്ക് ഒരു എന്താണ്, ആ ബുക്ക് എനിക്കൊരു തുടക്കം മാത്രമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു തിരിച്ച് കാര്യങ്ങളെ ചിന്തിക്കാനും, യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്ന, യഥാർത്ഥ ആത്മീയത എന്ന് പറയണമെങ്കിൽ യഥാർത്ഥമല്ലാത്ത ഒരു ആത്മീയത ഉള്ളതുകൊണ്ടാണല്ലോ യഥാർത്ഥ ആത്മീയത എന്നൊരു പുസ്തകം ഉണ്ടാകുന്നത് തന്നെ. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാകണമെങ്കിൽ തന്നെ അത്ര യാഥാർത്ഥ്യമല്ലാത്ത, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് സ്പിരിച്വാലിറ്റി ഈസ് ദെയർ, പക്ഷെ ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായ ഒരു ആത്മീയത, ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ എല്ലാം ആത്മീയമായിട്ട് തോന്നിയാലും അത് സ്വാഭാവികമായി മറ്റ് റിലീജിയന്റെ വേറൊരു പതിപ്പ് മാത്രമാണെന്നും യഥാർത്ഥ ആത്മീയത ഇതിനുള്ളിലാണെന്നുമുള്ള ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ അന്ന് മുതൽ എൻ്റെ പ്രസംഗത്തിന്റെ എംഫസിസ് മാറാനായിട്ട് തുടങ്ങി, എൻ്റെ ടീച്ചിങ്ങിന്റെ എംഫസിസ് മാറാനായിട്ട് തുടങ്ങി. അതിന് ശേഷം ചർച്ചസിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ ബി 1985 ഓൺവേർഡ്സ് ഓർ ലേറ്റർ, എൻ്റെ മെസ്സേജിന്റെ എംഫസിസ് എല്ലായ്പ്പോഴും ട്രൂ സ്പിരിച്വാലിറ്റി എന്നുള്ളതായിരുന്നു, യഥാർത്ഥ ആത്മീയത. അതായത് റിലീജിയൻ, ക്രിസ്ത്യൻ റിലീജിയനിൽ നിന്ന് ട്രൂ സ്പിരിച്വാലിറ്റി മാറി നിൽക്കുകയാണെന്നും അതുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് നമ്മൾ വിളിക്കുന്ന സുവിശേഷവിഹിത സഭകളിലേക്ക് കുടിയേറിയ വേർപെട്ട സഭകളിൽപ്പെട്ട ആളുകളിൽ തന്നെ എന്റെ ചിന്ത 80% ആളുകളും ആ സഭകളിലേക്ക് കുടിയേറിയത് അവരുടെ ഹൃദയത്തിന്റെ അസാമാന്യമായ ആത്മാർത്ഥത കൊണ്ടാണ്. കാരണം പലപ്പോഴും എന്താണ്, വളരെ നല്ല കോസ്റ്റ് കൊടുത്താണ് അവരൊക്കെ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഒരു പരിവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവർ ശരിക്കും കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ അതിനുവേണ്ടി കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥതയില്ലാത്തവരായിട്ടല്ല ഇതിൽ 80%, ഞാൻ ചിലപ്പോൾ പറയും അതിന്റെ പെർസെന്റേജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം, എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും വിശ്വാസികളില് അവര് ദൈവത്തെ അറിയണമെന്നും അനുഭവിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടെ ഇതിലേക്ക് വന്നവരാണ്. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും കാണുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയണോ അതോ മറ്റൊരു റിലീജിയൻ അല്ലെങ്കിൽ മറ്റൊരു മതം, അല്ലെങ്കിൽ വിശ്വാസികളുടെ പെന്തിക്കോസ്ത് മതം അല്ലെങ്കിൽ ബ്രദറൻ മതം, അതല്ലെങ്കിൽ ചിലപ്പം നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക സഭകൾ ഉണ്ടായിരിക്കുക, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ വന്നു കഴിയുമ്പോഴേ മനസ്സിലാകുന്നത് ആ യഥാർത്ഥ ആത്മീയതയ്ക്ക് പകരം ഇവിടെയും റിലീജിയന്റെ ഭാഗങ്ങളാണ് കൂടുതൽ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അവരുടെ ഇഗ്നറൻസിൽ നിന്ന്, അല്ലെങ്കിൽ അവർ സിൻസിയർ ആണെങ്കിലും പലപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആത്മീയതയുടെ വിത്തുമാകുന്നതിൽ ഈ സഭകൾ പരാജയപ്പെട്ടതുകൊണ്ട് അവര് ഒരു റിലീജിയൻ എന്നതുപോലെയാണ് യേശുവിനെ പലപ്പോഴും അനുഗമിക്കുകയും അവർ സിൻസിയറാണ്, പക്ഷെ അവർക്ക് യഥാർത്ഥ ആത്മീയത തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഈ ട്രൂ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു വലിയ ടീച്ചിങ് അത്യാവശ്യമാണ് എന്നുള്ള ബോധ്യം കർത്താവ് തരികയും അതിനുവേണ്ടി ഞാൻ ആ ഒരു നിലയിലേക്ക് കർത്താവ് എന്നെ നയിക്കുകയും. ടീച്ചിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളിംഗ് ദൈവം എനിക്ക് തന്നത് ടീച്ചിങ് എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയം, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഗാഡ് ഹാസ് കോൾഡ് മീ ആസ് എ ബൈബിൾ ടീച്ചർ, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ 1994 ശരിക്കും അതിന് മുമ്പ് ഒരു 2-3 വർഷം ആയിട്ട് കർത്താവ് എന്നോട് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഫേസസ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, നോർത്ത് ഇന്ത്യയിലെ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ഒരു ദർശനം എനിക്ക് തന്നു. എന്നാലും എനിക്കറിയാമായിരുന്നു ഞാനൊരു പയനിയർ മിഷനറി അല്ല, അങ്ങനെ അതല്ല എൻ്റെ കോൾ. എൻ്റെ കോൾ ടീച്ചിങ് ആണ്. പിന്നെ എൻ്റെ കോള് ടീച്ചിങ് ആണെന്ന് പറഞ്ഞാലും ദൈവം പറയും നമ്മളെല്ലാം അനുസരിച്ചല്ല പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ MSc മാത്സ് കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഞങ്ങളുടെ സ്കൂളിന്റെ, ഞാനൊരു ഉദാഹരണമായിട്ട് ഇവിടെ സ്കൂളിന്റെ കാഷ്യർ കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും പോയി, അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ലോങ് ലീവ് എടുത്ത് പോയി സ്കൂളിന്റെ കണക്കൊക്കെ എഴുതാനായിട്ട് വയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിക്കുക, സാറേ മാത്സ് അല്ലേ പഠിപ്പിക്കുന്ന, ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ സ്കൂളിന്റെ
ഇത് അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലില്ല, ഞാൻ ടീച്ചറായിട്ടാണ് ഇവിടെ കെയർ ചെയ്തത്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. കാര്യം അങ്ങനെയല്ല ഹെഡ് മാസ്റ്റർ, അങ്ങനെ പറയുന്നത് അനുസരിക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ എന്താണ് എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്താ കിടക്കുന്നതെന്നൊന്നും എനിക്ക് വലിയ വിഷയമൊന്നും അല്ല. എന്നോട് അദ്ദേഹം പറയുന്ന കാര്യം ചെയ്യുക. ഇതുപോലെ തന്നെ കർത്താവ് എന്നോട്, ഞാനൊരു ബൈബിൾ ടീച്ചറായിട്ട് കർത്താവ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷം അറിയിക്കത്തില്ലെന്നോ സുവിശേഷം പറയത്തില്ലെന്നോ വടക്കേ ഇന്ത്യ പോകത്തില്ലെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞു, എടാ ഇപ്പൊ ഇച്ചിരി അത്യാവശ്യമാണ്, നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, മോനെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ട് വേറെ ഇച്ചിരി അത്യാവശ്യം ഒരു കാര്യമുണ്ട്, നീ ഒന്ന് ചെയ്തേക്കണേ എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷൻ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ദാറ്റ് വാസ് ഓൾസോ വെരി സ്പെസിഫിക്കലി ഗോഡ് ഹാസ് ആസ്ക്ഡ് മീ ടു ഡു ദാറ്റ്. അല്ലാതെ വെറുതെ ചാടിക്കേറി നോർത്ത് ഇന്ത്യയിൽ അനേകര് സുവിശേഷം അറിയാതിരിക്കുന്നു, അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാമെന്ന് ചിന്തിച്ച് ഞാൻ എടുത്തൊരു തീരുമാനമൊന്നുമല്ല. കർത്താവിനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട്. പക്ഷെ അതേസമയം ആ ടീച്ചിങ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു കുറവും കർത്താവ് എന്നെ അനുവദിച്ചുമില്ല. അതുകൊണ്ട് ഓൾവേസ് ഞാൻ ടീച്ചിങ്ങിൽ എപ്പോഴും ആ ട്രൂ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു നിലനിൽപ്പ്. ഇത് തന്നെയല്ല, 85 ഒക്കെ ഉണ്ടായിരുന്നതിന്റെ 10 മടങ്ങെങ്കിലും കൂടുതൽ യഥാർത്ഥ ആത്മീയത പഠിപ്പിക്കേണ്ട ആവശ്യകത സഭയിൽ 95 2005 ആയപ്പോഴത്തേക്ക് ഉണ്ടായി. 2005 ഒക്കെ ആയപ്പോഴത്തേക്ക് യഥാർത്ഥ ആത്മീയതയ്ക്കുള്ള ആഗ്രഹം പോലും ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ തന്നെയല്ല, അങ്ങനെ ഒന്നുണ്ടെന്ന് പോലും ആളുകൾക്ക് അറിയാൻ വയ്യാതെയായി. അങ്ങനെ ഒന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ. അതായത് ഞാൻ ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, ഈ ആളുകൾ ഇപ്പം നമ്മളുടെ മെസ്സേജസ് കേട്ടിട്ട് പറയും, ഇതൊക്കെ പെട്ടെന്ന് മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അംഗീകരിക്കണം. ഇനി അംഗീകരിച്ചില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ ഒരു ആത്മീയത ഉണ്ടെന്നെങ്കിലും ഇവരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം കഴിയും തോറും യഥാർത്ഥ ആത്മീയതയുടെ തിരിച്ചറിവ് തന്നെ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കാണാനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ട്രൂ സ്പിരിച്വാലിറ്റി ഇങ്ങനെ വാർന്നൊലിക്കുന്നതായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ജനങ്ങളുടെ മനസ്സ് ഇല്ലാതെ, മനസ്സ് വളരെ ലൈറ്റായിട്ട് ആ ഒരു റിലീജിയൻ പോലെ സഭയെ കാണാനും, ഒരു റിലീജിയനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഇവിടെയും വന്ന് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ തകർന്നു പോകുന്നതായ കാര്യം. അതുകൊണ്ട് അത് എന്റെ എംഫസിസ് ഒരിക്കലും മാറിയില്ല. എന്നാൽ അടുത്ത കാലങ്ങളിലായിട്ട് ഞാൻ മിഷൻ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഞാൻ 5 years ആയിട്ട് ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. ആഫ്രിക്കയിൽ ചെന്നപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു എന്താ കർത്താവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നെന്നുള്ളത്. പക്ഷേ കർത്താവിനോട് അവിടെയും ടീച്ചിങ്ങിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും 5 years ആയിട്ട് ഞാൻ അവിടെയുള്ള പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മൊസാംബിക്, മലാവി, കെനിയ, ടാൻസാനിയ അങ്ങനെ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒക്കെ പോകാനും അവിടെയൊക്കെയുള്ള പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യാനും, അതേസമയം സഭകളിൽ ഡിസൈപ്പിൾഷിപ്പിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ 2 വർഷം ടാൻസാനിയയിലെ ഒരു സഭയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. മറ്റു സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമെങ്കിലും ഈ സഭയെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നയിക്കണം എന്ന് കർത്താവ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നതുകൊണ്ട് ഞാൻ കുറെ കൂടെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു ഒറ്റ ചർച്ച്, ആ ചർച്ച് ിലുള്ള ആളുകൾ 1200 1300 വിശ്വാസികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കഴിവുള്ളിടത്തോളം അവിടെ പോവുകയും കണ്ടിന്യൂസ് ആയിട്ട് അവരെ പഠിപ്പിക്കുകയും, അങ്ങനെ ആ ചർച്ചിൽ നല്ലൊരു ശതമാനം ആളുകളും ആഫ്രിക്കയുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകതയുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഡിസൈപ്പിൾഷിപ്പിലേക്ക്, ശിഷ്യത്വത്തിലേക്ക്, കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി ഒരു ഡീപ്പർ ക്രിസ്ത്യൻ ലിവിംഗ് എന്നൊക്കെ ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൽ അങ്ങനെ ഡീപ്പർ ക്രിസ്ത്യൻ ലിവിംഗും അതിന്റെ താഴത്തെ ക്രിസ്ത്യൻ ലിവിംഗും ഒന്നും ഇല്ല. എങ്കിൽ പോലും നമ്മൾ ഈ റിലീജിയന്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ആത്മീയതയുടെ ഒരു ലെവലിൽ നിന്ന് വേദപുസ്തകത്തിന്റെ ആത്മീയതയിലേക്ക് കടന്നു വരാനായിട്ട് ഈ ചർച്ചിലുള്ള ആളുകൾ എങ്കിലും ഏറ്റവും കുറഞ്ഞത്, ഞാൻ പാസ്റ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ഈ ചർച്ചിനെ എനിക്ക് കൂടുതൽ ആ കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് ഒരു അവസരം തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 months back I was in 5 മാസം മുമ്പ് കർത്താവ് എനിക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു റീഎംഫസിസ്, ഒരിക്കലും യഥാർത്ഥ ആത്മീയതയുടെ എംഫസിസ് പോകുന്നില്ല, പക്ഷെ വേറൊരു കാര്യത്തിനും കൂടെ എംഫസിസ് അത്യാവശ്യമാണ് എന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, ആദ്യകാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സുവിശേഷീകരണം എന്നുള്ള ഒരു ആസ്പെക്ട്, ആ ഒരു കാര്യം സഭകളിൽ നിന്ന് ഓൾമോസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം. പരിശുദ്ധ ദൈവമേ നമസ്കാരം, ദേവാധിദേവനേ നമസ്കാരം, തിരുനിണത്താലെന്നെ വീണ്ടെടുത്തു, തീരാത്ത സന്തോഷം എനിക്കു തന്നു,
തീരാത്ത സന്തോഷം എനിക്കുതാ.